ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒന്നും എല്ലാവർക്കും അത്ര ഇഷ്ടം കാണില്ലല്ലേ? എന്നാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാണാനുള്ള ലുക്ക് പോലെ തന്നെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അതുല്യ. എല്ലാ കൂട്ടുകാർക്കും ശ്രീനന്ദനത്തിൻ്റെ കുട്ടി അടുക്കളയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞാനൊരു വെജ് കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉരുളക്കിഴങ്ങും സവാളയും ഒക്കെ ചേർന്നൊരു ഹെൽത്തി റെസിപ്പി. വെജീസൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞു മക്കൾക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മീഡിയം സൈസ് സവോള ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തത്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തത്, പിന്നെ 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ആവശ്യം പോലെ ചേർക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ഈ ഒരു പാത്രത്തിൽ എടുക്കുന്ന തേങ്ങയുടെ, അതായത് 1 കപ്പ് തേങ്ങയുടെ 1/4 പാല്, വെള്ളം ഒട്ടും ചേർക്കാതെ എടുക്കുന്ന 1/4 പാല്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ആവശ്യത്തിന്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, വേറൊരു പാത്രത്തിൽ വേവിച്ചാലും പെട്ടെന്ന് വേവുന്ന സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ കുക്കർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചേർക്കാം. നിങ്ങൾ എരിവ് കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മുളക് കൂടുതൽ ചേർക്കാം. ഇനി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഈ മുളക് വേണ്ടെന്ന് വെക്കാം കേട്ടോ. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്താലും കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പം മുളക് ഇട്ട് അത്യാവശ്യം കരിവേപ്പിലയൊക്കെ ഇട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. അത് നികക്കനെ പോലും വെള്ളം വേണ്ട, നമുക്ക് കുറച്ച് വെള്ളം മതി. കാരണം നമ്മൾ അധികം നീട്ടമുള്ള ഗ്രേവിയുള്ള കറിയല്ല ഇത്, തിക്കായിട്ടിരിക്കുന്ന ഗ്രേവിയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ നമുക്കിത് വേവിച്ചെടുത്താൽ മതി. കുക്കറിൽ ഒരു 3 വിസിലടിച്ച് പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വെന്ത് വരുമ്പോൾ ഈ പാകമാകും കേട്ടോ. ഇപ്പോൾ കണ്ടു, നല്ല കളറൊക്കെ, നല്ല ഭംഗിയുള്ള കളറൊക്കെയാണ്. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല തിക്നെസ് കിട്ടും. നമുക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ അരപ്പൊന്നും ചേർക്കുന്നില്ല, വേറെ സെപ്പറേറ്റ് അരപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് കറിക്ക് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. കറിക്ക് ടേസ്റ്റ് നൽകുന്നത് വെളിച്ചെണ്ണയാണ്. മറ്റെണ്ണകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ച് നമുക്ക് കടുക് വറുക്കാം കേട്ടോ. ഇനി കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടികൾ ആഡ് ചെയ്യുന്ന സമയം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കളർ കിട്ടാനാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിളക്കാം. വെള്ളം ഈ ലെവലിലൊക്കെ നിന്നാൽ മതി കേട്ടോ. ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് വെന്ത് വന്നപ്പോഴത്തേനും പാകത്തിന് വെള്ളത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇനി എങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതിയേ. ഈ കറി സത്യത്തിൽ ഇങ്ങനെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂട്ടാൻ നോക്കാം കേട്ടോ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി വരുമെന്ന് മാത്രം. വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോഴൊക്കെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ആയിട്ട് അമ്മമാർ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്താറുമുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു കറി വെച്ച് നോക്കിയാൽ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. 1/4 പാല് ചേർത്തുകൊണ്ട് തന്നെ കറി നല്ല കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി നോക്കിയാൽ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അതിന് ഞാൻ ഗ്യാരണ്ടിയാണേ. നമ്മുടെ മക്കൾക്കും 100% ഇഷ്ടമാവും. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും പൂരിക്കും അപ്പത്തിനും ഒക്കെ ഈ കറി സെറ്റാകട്ടോ. ഇനി ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലോ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ ഫ്രം അതുല്യ.